KSRTCയുടെ പ്രീമിയം ബസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രി കുടുംബസമേതം യാത്ര ചെയ്യുന്ന അതിമനോഹരമായ ഒരു കാഴ്ച നമ്മൾക്ക് കാണുകയുണ്ടായി. യാത്രയ്ക്ക് രണ്ട് ഉദ്ദേശങ്ങളാണ്. ഒന്ന്, ഈ വാഹനം നമ്മൾ പുതുതായിട്ട് KSRTC തുടങ്ങിയൊരു സർവീസാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ വാർത്തകൾ കൊടുക്കുമ്പോൾ അതിലൂടെ കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുക എന്നുള്ളതാണ് ഒരു ആഡ് എന്നുള്ള നിലയാണ് ഒന്ന്. മറ്റൊന്ന് കാര്യം എന്ന് വെച്ചാൽ ഇതിൽ യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. ഇത് കൊട്ടാരക്കര വരെ ഞാൻ പോകുന്നുണ്ട്. പോകുമ്പോൾ ഇതിനകത്ത് നമുക്ക് യാത്രയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വൈഫൈ പലർക്കും ചാലുവാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഒരു വീഡിയോ, സീറ്റ് ബെൽറ്റ് കെട്ടുന്നത് വിമാനത്തിൽ കാണിക്കുന്ന പോലെ ഒരു വീഡിയോ നമ്മൾ തയ്യാറാക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ പല പല കംപ്ലയിൻറ്റുകൾ പറയും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഒരു ചേഞ്ചുകൾ വരുത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ വണ്ടി പോകുന്ന സ്പീഡ്, അതിൻ്റെ രീതികളെല്ലാം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ വണ്ടിയിൽ കയറിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്, അവരെ മനസ്സിലാക്കിക്കൊണ്ട്. കാരണം നമ്മൾ യാത്രക്കാർ മാത്രമേ ഇതുവരെ പോയിട്ടുള്ളൂ. മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് ആരും തന്നെ യാത്ര ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാണ് വണ്ടിയുടെ ഡ്രൈവിംഗ്, എങ്ങനെയാണ് അതിൻ്റെ സ്പീഡ് എങ്ങനെയാണ്, അതെല്ലാം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് യാത്ര. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ മാക്സിമം ഇത് വരുമ്പോഴേക്കും യാത്രക്കാർക്ക് ഈ വാഹനത്തിൽ കയറാനുള്ള ഒരു താല്പര്യം വർദ്ധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഇപ്പോൾ തന്നെ നന്നായി പോകുന്നുണ്ട്. ഓരോ ദിവസം കഴിയുന്നതോറും വണ്ടിയുടെ കളക്ഷൻ കൂടി വരികയാണ്. വണ്ടി തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ അത് റൂട്ടിൽ റെഗുലറായി കഴിയുമ്പോൾ വണ്ടി നല്ല കളക്ഷനിലാണ്. ഇപ്പോൾ പോകുന്ന നല്ല കളക്ഷനിലാണ്. എല്ലാ വണ്ടിയും ലാഭത്തിൽ തന്നെയാണ് പോകുന്ന 4 ട്രിപ്പാണ് നമ്മൾ വിട്ടേക്കുന്നത്. 10 വണ്ടി ഉണ്ടെങ്കിലും 4 ട്രിപ്പാണ് വിടുന്നത്. പക്ഷേ 2 വണ്ടി പോയി വരുമ്പോൾ അടുത്ത വണ്ടി എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമായി നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ് കയറിയിരിക്കുന്നത്. നമ്മളല്ലേ KSRTCക്ക് പരസ്യം നിൽക്കാൻ ഞാനല്ലേ ഉള്ളൂ. നമ്മളതിന് പരസ്യം ഒന്നുമില്ലെങ്കിൽ. അന്ന് ഇതിന്റെ ഉദ്ഘാടനത്തിൽ അങ്ങ് പറഞ്ഞത് സ്വകാര്യ ബസ്സുകളെ വെല്ലുന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങളുണ്ട് എന്നുള്ളത്. അങ്ങ് പറഞ്ഞ പോലെ 4 സർവീസ് ഇപ്പം നടത്തുന്നുണ്ട്. അതെ, അതിന്റെ ഒരു ഇതുകൂടെ നോക്കിയതിന് ശേഷം കൂടുതൽ സർവീസ് തുടങ്ങും. 3 വണ്ടി കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. 3 വണ്ടി കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. 40 വണ്ടി വരും മൊത്തം ഈ കാറ്റഗറിയിൽ തന്നെ. പിന്നെ അതുകൂടാതെ എയർ കണ്ടീഷൻ 30-35 വണ്ടികൾ എയർ കണ്ടീഷൻ സ്ലീപ്പർ ആൻഡ് സെമി സ്ലീപ്പർ ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുകയാണ്, ഓർഡർ കൊടുക്കാൻ പോവുകയാണ്. അതും കേരളത്തിനകത്ത് ദീർഘദൂര സർവീസും പിന്നെ ബാംഗ്ലൂർ പോകുന്ന പോലുള്ള ബസ്സുകൾ ഇപ്പോൾ വോൾവോ ഒക്കെയാണ്. ഈ സ്കാനിയ ഒന്നും ഇപ്പം പാർട്സ് ഒന്നും കിട്ടുന്നില്ല, അതൊക്കെ അവസാനിച്ചു. അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത്രയും വില കൊടുത്ത് നമുക്ക് വാങ്ങാൻ പണവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സെമി സ്ലീപ്പർ ബസ്സുകൾ എയർ കണ്ടീഷൻ, പിന്നെ എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള ബസ്, ലഗേജ് റൂമോട് കൂടിയ ബസ് വാങ്ങുന്നുണ്ട്. ഈ 35 ബസ്സിനകത്ത് അതും ഉണ്ടാവും. ഒരു 5 ബസ് എയർപോർട്ട് ബേസ് ചെയ്ത് ഓടാനുള്ളതാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്കും, നെടുമ്പാശ്ശേരിയിൽ നിന്ന് കോട്ടയം ഭാഗത്തേക്കും, കോട്ടയം കൊട്ടാരക്കര ഭാഗത്തേക്കും വണ്ടി വരും. കാരണം ഒരുപാട് യാത്രക്കാർ ബസ് അവിടുന്ന് തന്നെ, ഗൾഫിൽ നിന്ന് തന്നെ റിസർവ് ചെയ്തിട്ട് വരത്തക്ക രീതിയിലുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക. അപ്പോൾ അതൊരു പരീക്ഷണമാണ്. നമ്മൾ അത് വിജയിച്ചില്ലെങ്കിൽ നമ്മൾ റെഗുലർ റൂട്ടിൽ ഓടിക്കും. ഇതിലെ യാത്രക്കാർ നല്ല അഭിപ്രായമാണ് പറയുന്നത്. അവരുമായിട്ട് നല്ല ഒരു ബന്ധം നമ്മുടെ സ്റ്റാഫ് നന്നായി പുലർത്തുന്നുണ്ട്. പിന്നെ 1-2 വണ്ടികളൊക്കെ കൊണ്ട് ഉരച്ചു. അപ്പോൾ നമ്മൾ ക്യാമറ എടുത്ത് പരിശോധിച്ചു ഡ്രൈവർ ഉറക്കം തൂങ്ങുന്നതും കണ്ടു. അതിൽ ആക്ഷൻ എടുക്കും. കാരണം ഡ്രൈവർ കോട്ടോ വിടുന്നതൊക്കെ ഇപ്പോൾ നമുക്ക് ക്യാമറയിൽ കാണാം. അപ്പോൾ അവർ ക്യാമറ പരിശോധിച്ചപ്പോൾ എന്താണ് കാരണം നോക്കിയപ്പോൾ എന്താണ് അതിൻ്റെ കാരണമെന്ന് മനസ്സിലായി. കുറച്ചുകൂടി ശ്രദ്ധിച്ച് ഓടിക്കുക എന്നുള്ളതാണ്. കാരണം സ്വന്തം വാഹനം പോലെ ഡ്രൈവർമാരത് കൈകാര്യം ചെയ്യണം. അങ്ങനെ ഒരു മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടല്ലോ, മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്യാമറ എന്താണ് വണ്ടി ഉരയാനുള്ള കാരണം എന്ന് പരിശോധിച്ചപ്പോൾ ഡ്രൈവർ അതിന് മുമ്പ് തന്നെ കോട്ടോ എവിടെയും ഉറക്കം തൂങ്ങുകയും ചെയ്യുകയാണ്. അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിന് ആക്ഷൻ എടുക്കും. പൊതുഗതാഗതത്തിൻ്റെ ലക്ഷ്യം അതാണ്, വളരെ സ്മൂത്തായിട്ട് പോകണം, അപകടരഹിതമായിട്ട് പോകണം എന്നുള്ളതാണ്. ഇപ്പോൾ കാലാവസ്ഥ നല്ല മഴയാണ്. എന്നാലും അപ്പോൾ മഴയത്ത് പോകുമ്പോൾ അറിയാമല്ലോ വണ്ടി എങ്ങനെയാണെന്നുള്ള കാര്യം അറിയാം. ജനങ്ങൾ നൽകുന്ന പരാതികൾ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു പാസഞ്ചറുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ കാണുകയാണ് ഇതിനെല്ലാം. ഈ വണ്ടി വാങ്ങുമ്പോഴും അനാവശ്യമായ സ്റ്റോപ്പുകളിൽ നിർത്തിയാൽ ആൾ കയറത്തില്ല. പലർക്കും പല അത്യാവശ്യമായിട്ട് പോകേണ്ടവരാണ്. അപ്പോൾ സ്ട്രെയിറ്റായിട്ട് ബുക്ക് ചെയ്യുന്നവർക്ക് സ്ട്രെയിറ്റായിട്ട് തന്നെ ഇപ്പോൾ ഹൈ ക്ലാസ് വണ്ടികളിൽ ഒരു 24 മണിക്കൂറിന് മുമ്പ് ബുക്ക് ചെയ്താൽ സൗകര്യം ഉണ്ടാകും. അല്ലെങ്കിൽ ടിക്കറ്റ് കയറും, നമുക്ക് നഷ്ടമായി പോകും. ഇവിടുന്ന് ചെറിയ ടിക്കറ്റ് എടുത്ത് പോയാൽ ഇത് മുതലാവില്ല. ശരിക്കും ഫുൾ എറണാകുളം അങ്ങനെ തൃശ്ശൂർ വരെയൊക്കെ കിട്ടിയാൽ, അപ്പോൾ അതൊരു 2/3 മേളിൽ റണ്ണിങ് ഉള്ള ടിക്കറ്റുകൾ ആദ്യം ബുക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ബാലൻസ് ഉള്ള ടിക്കറ്റ് 24 മണിക്കൂറിന് മുമ്പ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇനി ഇത് മാറും, ഈ റിസർവേഷൻ സംവിധാനം മാറും. വണ്ടി ഇപ്പോൾ ഈ വണ്ടിക്കകത്ത് ഇനി റിസർവ് ചെയ്യാൻ പറ്റില്ല. വണ്ടി മൂവ് ചെയ്ത് തുടങ്ങി. ഇനി അങ്ങനെയല്ല വരാൻ പോകുന്നത്. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിക്ക് റിസർവ് ഉണ്ടെങ്കിലും റിസർവ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. ആ സിസ്റ്റം മാറ്റിക്കൊണ്ട് ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴും
ഇപ്പോൾ തിരുവനന്തപുരത്ത് പുറപ്പെട്ടു, ഇനി കിളിമാനൂരിൽ നിന്നോ കൊട്ടാരക്കരയിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും, കോട്ടയത്ത് നിന്ന് എവിടെ നിന്നാണ് ഇപ്പോൾ റിസർവ് ചെയ്യാം. അങ്ങനെ ഒരു നിലയിലേക്ക് ഈ റിസർവേഷൻ സൗകര്യം മാറ്റാൻ പോകാം. നല്ല നടപടി തുടങ്ങിയിട്ട് ഉടനെ മാറ്റും. പിന്നെ എല്ലാത്തരം കാർഡുകളും ഇപ്പം എടുക്കാൻ പറ്റത്തില്ല. എല്ലാത്തരം കാർഡുകളും ഈ ഡെബിറ്റ് കാർഡൊന്നും എടുക്കാൻ പറ്റത്തില്ല. അതെല്ലാ ഡെബിറ്റ് കാർഡും എടുക്കും. പിന്നെ ഗൂഗിൾ പേ, പേടിഎം എല്ലാം എടുക്കും. എല്ലാ ബസ്സുകളും എടുക്കാനുള്ള സംവിധാനത്തിലേക്ക് ഒരു 3 മാസത്തിനുള്ളിൽ ഇത് മുഴുവൻ വരും. അവിടെ ഏറ്റവും രസകരമായിട്ട് തോന്നിയത് ഒരു സെലിബ്രിറ്റി കൂടിയായ മന്ത്രി, മറ്റെല്ലാ മന്ത്രിമാരെ കഴിഞ്ഞും ഉപരിയായി സിനിമാ നടൻ കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഇതിന് പരസ്യം കൊടുക്കാൻ ആര് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് ഇതൊരു ആടും കൂടിയാണ്. കാരണം KSRTCക്ക് വേണ്ടി പരസ്യം ചെയ്യാൻ ഞാനുള്ളപ്പോൾ അല്ലെങ്കിൽ ഞാനല്ലാതെ വേറെ ആരാണുള്ളത്? യഥാർത്ഥത്തിൽ ഒരു സിനിമാ താരത്തെ സംബന്ധിച്ചിടത്തോളം പരസ്യ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ കൊടുക്കേണ്ടി വരുന്ന ഒരു തുക അതെല്ലാം ഒഴിവാക്കി അദ്ദേഹം തന്നെ നേരിട്ട് ഈ വാഹനത്തിൻ്റെ യാത്രയും വാഹനത്തിൻ്റെ സൗകര്യവും പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും ഇത്രയധികം മാധ്യമ ശ്രദ്ധ ആ വാഹനത്തിലേക്ക് കേന്ദ്രീകരിക്കുവാൻ സാധിച്ചു എന്നുള്ളതും ആളുകളെ, യാത്രക്കാരെ ഈ വാഹനത്തിൽ കയറാൻ പ്രേരിപ്പിക്കത്തക്ക രീതിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മന്ത്രിമാർ വാഹനത്തിൽ കയറുന്നത് പരസ്യമാണെങ്കിലും ഇദ്ദേഹം ഒരു സെലിബ്രിറ്റി കൂടി ആയെന്ന് ഞാൻ എടുത്തു പറഞ്ഞത്, മന്ത്രിമാർ 20 പേരും ഒന്നിച്ച് യാത്ര ചെയ്ത നവകേരള ബസ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അതെങ്ങനെയാണ് കിടക്കുന്നത് എന്നൊക്കെയുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. ആളില്ലാത്തതിനെ തുടർന്ന് സർവീസ് നിർത്തിയ നവകേരള ബസിന്റെ ആഡംബരങ്ങളെല്ലാം പൊളിച്ചു മാറ്റുന്നു. അതുകൊണ്ട് ഇതൊരു നഷ്ടമാണ് എന്ന രൂപത്തിലുള്ള പ്രചരണം ഇതിന്റെ ഭാഗമായിട്ട് ആരും നടത്തേണ്ടതില്ല. ഇതിന്റെ കാലാവധി 15 കൊല്ലം കഴിഞ്ഞാൽ മ്യൂസിയത്തിൽ വെച്ചാൽ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരും സഞ്ചരിച്ച വാഹനം എന്നുള്ള നിലയിൽ തന്നെ ലക്ഷക്കണക്കിന് ജനത കാണാൻ വേണ്ടി തന്നെ വരും. ഇത് പോകുന്ന വഴിയിൽ ചലിക്കുന്ന ഈ ക്യാബിനറ്റിനെ കാണാൻ 10,000-ങ്ങളായിരിക്കും ഓരോ സ്ഥലത്തും തടിച്ചു കൂടുക. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ആഡംബര വാഹനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കള്ളപ്രചരണം. അപ്പോൾ ഈ കാര്യം നമുക്ക് പറയാതെ മുൻപോട്ട് പോകാൻ കഴിയില്ല. ആ ബാധ്യതയും KSRTCയുടെ ശിരസിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. മ്യൂസിയത്തിൽ വെക്കാം, കാഴ്ചക്കാർ വരും, മന്ത്രിമാരെല്ലാം കയറി യാത്ര ചെയ്ത വാഹനത്തിന് പ്രത്യേക പരിഗണന ലഭിക്കും എന്നെല്ലാം കൊട്ടിക്കൊഴിച്ചെങ്കിലും ആ വാഹനത്തിൻ്റെ ഗതികേടും അവസ്ഥയും നമുക്കറിയാവുന്നതാണ്. ഏതായാലും ഞാൻ ഈ വിഷയത്തിലേക്ക് കടന്നു വരാം. വാഹനത്തിൻ്റെ ചവിട്ടുപടിയിൽ നിന്നുകൊണ്ട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ മുമ്പിൽ മന്ത്രി ഉയർത്തിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ വാഹനത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ, ഈ വാഹനത്തിൻ്റെ മുൻവശത്തിരിക്കുന്ന ഡ്രൈവർ ഉറക്കം തൂങ്ങുക, വായിക്കോട്ട വിടുക, കണ്ണടയ്ക്കുക, മൊബൈൽ ഫോൺ എടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ അലാറം അടിക്കുകയും ഈ വാഹനത്തിന് അതിനെക്കുറിച്ചുള്ള സൂചന ലഭ്യമാകത്തക്ക രീതിയിലുള്ള ആധുനിക സംവിധാനം ഈ വാഹനത്തിൽ വെച്ചിട്ടുണ്ട് എന്നാണ്. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഈ വാഹനത്തിൻ്റെ ഉരസലുമായി ബന്ധപ്പെട്ട് ഈ വാഹനം ഉരഞ്ഞതുകൊണ്ട് ഒരു ഡ്രൈവറെ സസ്പെൻഡ് ചെയ്യുന്നൊരു കാര്യം മന്ത്രി പറയുകയാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് ഈ വാഹനത്തിലിരിക്കുന്ന ഡ്രൈവർ ഉറങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും മൊബൈൽ ഫോൺ എടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുമുള്ള സംവിധാനം ഈ വാഹനത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ ഈ വാഹനത്തിൻ്റെ ഡ്രൈവർക്ക് ആവശ്യത്തിന് വിശ്രമം കിട്ടിയോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനമുണ്ടോ? അതായത് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ഇയാൾ എത്ര തവണ വായിക്കോട്ട വിട്ടു എന്ന് ആ വാഹനത്തിൻ്റെ ക്യാമറ പരിശോധിച്ച ബഹുമാനപ്പെട്ട മന്ത്രി KB ഗണേഷ് കുമാർ എന്തുകൊണ്ടാണ് വൈകുന്നേരം 5:40 തൃശ്ശൂരിൽ നിന്നും എടുത്ത് 1:10 ഈ വാഹനം നാലാഞ്ചിറ പാണംവിളയിൽ വെച്ച് ഡിവൈഡറിൽ ഉരയുന്നത് വരെയുള്ള സമയത്ത് ഈ ഡ്രൈവർക്ക് എത്ര മണിക്കൂർ വിശ്രമം ലഭിച്ചു എന്ന് എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി അന്വേഷിക്കാതിരുന്നത്? നാട്ടുകാരുടെ മുമ്പിൽ ഒരുത്തം വായിക്കോട്ട വിട്ടത് പൊക്കി പറയുക, നാണമില്ലേ എന്ന് ചോദിക്കേണ്ടി വരുന്നൊരവസ്ഥ സംജാതമാകുന്നു ബഹുമാനപ്പെട്ട മന്ത്രിയോട്. ഒരു സ്ഥലത്ത് അഭിമാനം തോന്നുന്നതോടൊപ്പം മറ്റൊരു സ്ഥലത്ത് അപമാനിതനായി മാറുകയാണ് അങ്ങ് ആ പറഞ്ഞ പ്രക്രിയയിലൂടെ ചെയ്തത്. ഈ വാഹനത്തിൻ്റെ റണ്ണിങ് സമയം കണക്കാക്കാൻ വേണ്ടി ഇവിടുത്തെ ചെക്കർമാർ മൂത്ത ആളുകളെ ഏൽപ്പിക്കുമ്പോൾ ഈ വണ്ടിയുടെ സമയം അപ്പാടെ പൊളിച്ചത് എഴുതി. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ 7 മണിക്കൂർ കൊണ്ട് ഓടിയെത്തുമെന്ന് വിചാരിച്ചിട്ടുള്ള KSRTCയിലെ ഈ പറയുന്ന ചെക്കർ മൂത്തവന്മാർ എഴുതി വെച്ചിട്ടുള്ള കാലഹരണപ്പെട്ട റണ്ണിങ് സമയം മാറ്റാതെ ഈ നിങ്ങൾ പറയുന്ന ഏത് അത്യാധുനിക സംവിധാനമുള്ള വണ്ടി ഓടിച്ചാലും ഇത് തന്നെയൊക്കെ ആയിരിക്കും അവസ്ഥ. ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ 7 മണിക്ക് ഇവിടുന്ന് യാത്ര പുറപ്പെടുന്നു. 7 മണിക്ക്, അതായത് 6:40 പാപ്പനംകോട് നിന്ന് യാത്ര പുറപ്പെടുന്നു. ആ പാവപ്പെട്ടവനെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുക.
എന്തർത്ഥത്തിലാണ് ഈ വാഹനം ഒരഞ്ഞു, ഈ വാഹനത്തിന് വേറെ ഇതുമില്ല, ഡിവൈഡറിലുള്ള പാട് മാത്രമാണ്. ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ ഈ വാഹന അപകടത്തിൽപ്പെടുത്തി അത് ആഘോഷമാക്കി മാറ്റാൻ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രമിക്കുകയാണ്. അയാൾ വായിക്കോട്ട വിട്ടു. കുറ്റകരമാണ് KSRTC സംബന്ധിച്ചിടത്തോളം. അത് വായിക്കോട്ട വിടുന്നത് കണ്ടുപിടിക്കാൻ ഈ പറയുന്ന സംവിധാനം ഏർപ്പെടുത്തിയ മന്ത്രി, ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ പണ്ട് കൊല്ലത്ത് ഈ കശുവണ്ടി ഫാക്ടറികളിൽ ഈ കശുവണ്ടി ചുട്ടു തല്ലിക്കൊണ്ടിരുന്ന മെഷീനല്ലാത്ത കാലഘട്ടത്തിൽ ഈ തല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇതെടുത്ത് വായിലിടുന്നുണ്ടോ എന്നറിയാൻ വായി നോട്ടത്തിന് ഒരാളെ നിയമിച്ചു എന്നൊക്കെയുള്ള പഴയ പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവർ വായിക്കോട്ട വിടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി അവിടെ ക്യാമറ വെച്ച് ഈ ഡ്രൈവർക്ക് വിശ്രമം കിട്ടിയോന്ന് എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത്? മോട്ടോർ വാഹന നിയമപ്രകാരം ഒരു ഡ്രൈവറെ കൊണ്ട് തുടർച്ചയായിട്ട് ഓടിപ്പിക്കുവാൻ പറ്റുന്ന സമയം എത്രയാണെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാറിന് അറിയില്ലാഞ്ഞിട്ടാണോ? ഇവിടെ നാം കാണുന്നത് 6:40 സർവീസ് തുടങ്ങിയ ഡ്രൈവർ, അവൻ 6:40 വരെ 6:15 വരണം. അത് കൂട്ടണ്ട, 6:40 പാപ്പനംകോട് ഈ ബസ് എടുത്തത് മുതൽ 8.5-9 മണിക്കൂറിനടുത്ത് തുടർച്ചയായിട്ട് ആ വാഹനം ഓടിക്കുക. ഇതിനിടയ്ക്ക് ഇറങ്ങിയിട്ടുള്ളത് ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും മാത്രമാണ്, വിശ്രമം എടുത്തിട്ടേ ഇല്ല. അവിടുന്ന് തിരിച്ചു പോരുകയാണ്. എന്തുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ 6 മണിക്കൂറിൽ കൂടുതൽ സർവീസ് നടത്തുന്ന വാഹനങ്ങളിൽ ഡ്രൈവർ കം കണ്ടക്ടർ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ടോബിൻ തച്ചങ്കരി സാർ MD ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ KSRTCയിൽ ഉണ്ടായിരുന്ന ഉത്തരവ് ഡ്രൈവർ കം കണ്ടക്ടർ എന്തുകൊണ്ടാണ് ഈ വാഹനത്തിൽ നടപ്പിലാക്കാതിരുന്നതെന്ന് അങ്ങ് ചോദിച്ചോ? അങ്ങ് ഡ്രൈവർ വിട്ട വായിക്കോട്ടയുടെ എണ്ണം എടുത്തല്ലേ? കഷ്ടം തന്നെ. ആ ഡ്രൈവർ കഴിച്ച ഭക്ഷണം നോക്കിയോ എത്രയാന്ന്? ആ ഡ്രൈവറുടെ വിശ്രമ സമയം നോക്കിയോ? എന്തുകൊണ്ട് ഡ്രൈവർ കം കണ്ടക്ടർ സംവിധാനം ഈ പറഞ്ഞ രാത്രി കാലങ്ങളിൽ, അതായത് വൈകുന്നേരം 5:40 അവിടുന്ന് എടുത്തിട്ട് രാത്രി 2 മണിക്ക് തമ്പാനൂരിൽ എത്തിച്ചേരുന്ന ഈ വാഹനത്തിൽ 10 മണിക്ക് ശേഷം ഈ രാത്രി കാലങ്ങളിൽ 6 മണിക്കൂറിൽ കൂടുതൽ കടന്നു വരുന്ന, അതായത് വൈകുന്നേരം 6 മണി മുതൽ 6 മണിക്കൂറിൽ കൂടുതൽ കടന്നു വരുന്ന വാഹനങ്ങളിലെല്ലാം 2 ഡ്രൈവർ, ഒന്നിലധികം ഡ്രൈവർമാരെന്നാണ് ആ ഓർഡറിൽ തച്ചങ്കരി സാർ അന്ന് എടുത്തത്. KSRTC MD ആയിട്ട് അദ്ദേഹം വന്ന സമയത്ത് KSRTCയിൽ ഈ നിർബന്ധമായും രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ ഡ്രൈവർ കം കണ്ടക്ടർ സംവിധാനം വേണമെന്ന് പറഞ്ഞു. അത് ഏർപ്പാടാക്കിയില്ല. ഈ വാഹനത്തിന് എന്ത് യാത്രാ സൗകര്യം, എന്ത് സൗകര്യം ഉണ്ടെങ്കിലും ഓടിക്കുന്ന ഡ്രൈവർക്ക് വിശ്രമം കിട്ടണം. ഓടിക്കുന്ന ഡ്രൈവർക്ക് വിശ്രമം കിട്ടാതെ ഈ കാലഹരണപ്പെട്ട റണ്ണിങ് സമയത്ത് വണ്ടി ഉണ്ടാക്കി വെച്ചിട്ട് അത് ഒരഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡ്രൈവറെ സസ്പെൻഡ് ചെയ്ത് അത് പത്രക്കാരുടെ മുമ്പിൽ നിന്ന് വീരവാചകം പറയുന്നത് കാണുമ്പോൾ ലജ്ജ തോന്നുന്നു. താങ്കൾ ഇത് പരിശോധിച്ചിട്ടാണോ പറഞ്ഞത് എന്നുള്ളതാണ്. ഒരു മന്ത്രി എന്ന നിലയിൽ മന്ത്രിയുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ബോധ്യമില്ലാത്ത രീതിയിൽ, ഈ സംഭവത്തെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കാത്ത രീതിയിൽ ഒരു പാവപ്പെട്ട ഡ്രൈവറെ കോട്ടുവാ വിട്ടതിൻ്റെ എണ്ണം പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് അയാളെ സസ്പെൻഡ് ചെയ്തത് വീരഗാഥയായി ഞെളിഞ്ഞു നിന്ന് പറയുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങയോട് ഈ പറഞ്ഞ കാര്യത്തിൽ പുച്ഛം തോന്നുകയാണ്. അത് വെൽഫെയർ അസോസിയേഷൻ്റെ നിലപാടാണ്. ഈ പറയുന്ന റണ്ണിങ് സമയത്തെ പരിഷ്കരിക്കാതെയും ഡ്രൈവർ കം കണ്ടക്ടർ സംവിധാനം ഏർപ്പെടുത്താതെയും നിങ്ങൾ എത്ര സസ്പെൻഡ് ചെയ്താലും ഈ അപകടങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഈ റണ്ണിങ് സമയം പരിഷ്കരിക്കേണ്ടതുണ്ട്. മന്ത്രി എന്ത് തന്നെ പരസ്യം നൽകിയാലും, മന്ത്രി എന്ത് തന്നെ തള്ളുകൾ നടത്തിയാലും ഇത് മനുഷ്യൻ്റെ ശരീരത്തുണ്ടാകുന്ന ക്ഷീണവും ഡ്രൈവർക്ക് ആവശ്യത്തിന് വിശ്രമവും നൽകാതെ നിങ്ങൾ ഏത് തരം വായിക്കോട്ട വിടുന്നതോ മേൽശ്വാസമോ കീഴ്ശ്വാസമോ പോകുന്നതിൻ്റെ അളവെടുത്തിട്ടോ കാര്യമില്ല. ഡ്രൈവർക്ക് ഈ പറയുന്ന ക്ഷീണമുണ്ടാവും, വാഹനം അപകടത്തിൽപ്പെടും. നിങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെയും യാത്രക്കാരുടെയും ഡ്രൈവർമാരുടെയും ഈ ജീവനക്കാരുടെയും ജീവന് വില കൽപ്പിക്കുന്നുവെങ്കിൽ റണ്ണിങ് സമയം പരിഷ്കരിച്ചുകൊണ്ട് ആവശ്യത്തിന് വിശ്രമം അനുവദിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെയുള്ള തള്ളുകൾ നടത്തിയാൽ അപകടങ്ങൾ ഒഴിവാകില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you.